പെട്ടെന്നാണ് ഇടിവെട്ടി മഴ പെയ്യാൻ തുടങ്ങിയത്. അരുൺ, ആരെങ്കിലും വരും, ഞാൻ ഇറങ്ങട്ടെ. അതിഥി പതിയെ പറഞ്ഞുകൊണ്ട് അവൻ്റെ കൈകൾ വിടുവിക്കാൻ ശ്രമിച്ചു. അവൻ ഒന്നുകൂടി അവളുടെ ഇടുപ്പിലമർത്തി അവൻ്റെ മടിയിലേക്ക് അമർത്തിയിരുത്തി. പിന്നെ അവൾ അവനെ എതിർത്തില്ല. അവളും വികാരവിവശയായി അവനെ തന്നെ നോക്കി. അവൻ അവളുടെ കണ്ണിലേക്ക് വന്ന മുടിയിഴ കൈകൊണ്ട് ചെവിക്ക് പിന്നിലേക്ക് ഒതുക്കി. അവൾ പതിയെ കണ്ണുകളടച്ച് അവനിലേക്ക് മുഴുകി. അവൻ അവളുടെ ഇടതു പിൻകഴുത്തിൽ കൈയമർത്തി അവളുടെ ചുണ്ടുകൾ തൻ്റെ ചുണ്ടോട് ചേർത്തു. കുറച്ചുനേരം ശ്വാസമെടുക്കാതെ അവർ പരസ്പരം ചുണ്ടുകൾ നുണഞ്ഞു. ശേഷം അവളുടെ വലതു കഴുത്തിലേക്ക് ചുണ്ടുകൾ പതിപ്പിച്ചു. അവൻ തൻ്റെ സീറ്റ് ബാക്കിലേക്ക് ചിരിച്ചു. അവളെ തൻ്റെ സീറ്റിലേക്ക് ചിരിച്ചു കിടത്തി. അവൻ്റെ ചുണ്ടുകൾ അവളുടെ കഴുത്തിലേക്ക് ഇറങ്ങി. അവൾ പ്രണയപരവശയായി അവനരികിൽ തളർന്നു കിടന്നു. അവൻ കൈകൾ കൊണ്ട് അവളുടെ അരക്കെട്ടിലെ സാരി മാറ്റി. അവൻ്റെ അധരങ്ങൾ കൊണ്ട് അവളുടെ പൊക്കിൾ ചുഴിയിൽ ചുംബിച്ചു. അവൻ്റെ നാക്കുകൊണ്ട് അതിനു ചുറ്റും കളം വരച്ചു. അവളൊന്ന് വലിഞ്ഞു മുറുകി. അവളുടെ കൈകൾ അവൻ്റെ തോളിലിറുകി. പെട്ടെന്ന് കാറിൻ്റെ ഡോറിൽ ആരോ മുട്ടി. അത് കേട്ടതും രണ്ടാളും ഞെട്ടിത്തെറിച്ചു. അവൻ പെട്ടെന്ന് തന്നെ അവളെ തൻ്റെ കരവലയത്തിൽ നിന്നും വിമുക്തയാക്കി. അവൾ അവളുടെ സാരി നേരെയാക്കി തൻ്റെ സീറ്റിലിരുന്നു. അരുൺ പെട്ടെന്ന് തന്നെ അവൻ്റെ മുടി കൈകൊണ്ട് ചീയൊതുക്കി. ചില്ലുകൾ തുറന്നു നോക്കി. അതിഥിയുടെ വീട്ടിലെ വാച്ച്മാനായിരുന്നു അത്. കുഞ്ഞു വന്നത് ഞാൻ അറിഞ്ഞില്ല, മഴ കാരണം ശ്രദ്ധിച്ചില്ല, ഗേറ്റ് ഇപ്പോൾ തുറക്കാം. അതും പറഞ്ഞ് അയാൾ ഗേറ്റ് തുറക്കാൻ പോയി. കാർ അതിഥിയുടെ വീടിൻ്റെ പോർച്ചിൽ കൊണ്ടു നിർത്തി. അവർ പരസ്പരം ഒരു കള്ളച്ചിരി സമ്മാനിച്ചു. അപ്പോഴേക്കും അതിഥിയുടെ അമ്മ ലക്ഷ്മി അവിടേക്ക് വന്നു. നിങ്ങൾ എത്തിയോ? മഴ കനത്തപ്പോൾ ഞാൻ ഒന്ന് പേടിച്ചു. അമ്മ കോഫി എടുക്കാം. അപ്പോൾ ഓഫീസ് കാര്യം എന്തോ പറഞ്ഞ് എന്നെ ഇവിടെ ഡ്രോപ്പ് ചെയ്ത് നേരെ ഓഫീസിലേക്ക് പോയി. മോനിരിക്കെ. അതും പറഞ്ഞ് ലക്ഷ്മി കിച്ചണിൽ പോയി. അരുൺ ഇവിടെ വന്നിട്ടുണ്ടെങ്കിലോ? വീട് കണ്ടിട്ടൊന്നുമില്ലല്ലോ. വാ, ഞാൻ കാണിക്കാം. അതും പറഞ്ഞ് അതിഥി അരുണിനെ വീടെല്ലാം ചുറ്റി നടന്ന് കാണിക്കുകയായിരുന്നു. ഇതാണ് എൻ്റെ റൂം. അതിഥി റൂമിൽ കയറിയതും അരുൺ ഒരു കള്ളച്ചിരിയോടെ അതിഥിയുടെ പുറകെ കയറി ഡോർ ലോക്ക് ചെയ്തു. അരുൺ, എന്തായി കാണിക്കുന്നത്? അമ്മ താഴെയുണ്ട്, അവിടെ കണ്ടില്ലെങ്കിൽ ഇപ്പം ഇങ്ങോട്ട് വരും. അവളത് പറഞ്ഞതും അവൻ അവളുടെ ചുണ്ടിന് കുറുകെ വിരൽ വെച്ചു. എന്താ എന്നുള്ള പോലെ അതിഥി ആംഗ്യം കാണിച്ചു. നമുക്ക് കാറ് വെച്ച് പകുതിക്കുന്നത് ഇപ്പം മുഴുവനാക്കിയാലോ? ഇടതു കൈ അവളുടെ ചുണ്ടിന് കുറുകെ വെച്ച് വലതു കൈ കൊണ്ട് അവളുടെ ധാവണശീല എടുത്ത് മാറ്റാനഞ്ഞതും അവൾ അവൻ്റെ വിരലിൽ ഒരു കടി വെച്ച് കൊടുത്തു. ടീ വിടടി. അത് പറഞ്ഞതും അതിഥി അരുണിൻ്റെ കൈകൾ മോചിപ്പിച്ചു. എന്തൊരു കടിയാടിയത്? നീ ആരാ, പട്ടിയോ? പതുക്കെ പറ, അമ്മയുണ്ട് താഴെ. അമ്മ കേൾക്കട്ടെ. മോളം തന്നെ കാണിച്ചേന്നു. എൻ്റെ വിരൽ പോയെന്നാ തോന്നുന്നത്. അപ്പോഴേക്കും താഴെ നിന്ന് ലക്ഷ്മി അവരെ വിളിച്ചിരുന്നു. അത് കേട്ടതും അവർ താഴേക്ക് പോയി. കോഫിയെല്ലാം കുടിച്ചു കഴിഞ്ഞ് അരുൺ, ആൻറ്റി ഞാൻ ഇറങ്ങട്ടെ. ഇത്ര പെട്ടെന്ന് പോവുകയാണോ മോൻ? അതല്ല ആൻറ്റി, എനിക്ക് ഫ്രണ്ട്സിൻ്റെ ഒരു പാർട്ടി ഉണ്ടെന്ന്. ഇനി വീട്ടിൽ പോയിട്ട് വേണം അങ്ങോട്ട് പോകാൻ. അതുകൊണ്ടാണ് ഞാൻ ഇറങ്ങട്ടെ. അരുൺ അതും പറഞ്ഞ് അതിഥിയെ ഒരു നോട്ടം കൊണ്ട് പോലും പരിഗണിക്കാതെ അവിടെ നിന്ന് പോയി. അത് അതിഥിയിൽ ചെറുനോവുണർത്തി. അങ്ങനെ കുറച്ച് ദിവസം കടന്നുപോയി. കോളേജിൽ അരുണിനെ കാണാറുണ്ട്, പക്ഷെ സംസാരിക്കും എന്നല്ലാതെ അതിൽ കൂടുതൽ അടുപ്പമൊന്നും അരുൺ അതിഥിയോട് കാണിക്കാതെയായി. അതിനിടയിൽ അരുൺ CEO ആയി ജോയിൻ ചെയ്യുകയും ചെയ്തു. കല്യാണത്തിന് വേണ്ടി സാരിയും ഓർണമെൻറ്റ്സും ഒക്കെ എടുക്കാനായി അരുണിനെ വിളിച്ചിരുന്നു. പക്ഷേ അവൻ ഓരോ ഓഫീസ് ആവശ്യങ്ങളും പറഞ്ഞ് ഒഴിവായി. കല്യാണ ദിവസം അതിഥിയുടെ തറവാട്ടിലെ കുടുംബക്ഷേത്രത്തിൽ വെച്ചായിരുന്നു താലികെട്ട്. ഗോൾഡൻ കരയുള്ള മുണ്ടും മേൽമുണ്ടും മാത്രമാണ് അരുണിൻ്റെ വേഷം. ചില്ലി റെഡ് സാരിയിൽ ഗോൾഡൻ വർക്ക് വരുന്ന സിൽക്ക് സാരിയാണ് അതിഥിയുടെ വേഷം. അതിന് മാച്ചായി ട്രഡീഷണൽ നെക്ക് പീസുമാണ് അവൾ ധരിച്ചത്. കയ്യിൽ ആവശ്യത്തിന് മാത്രം വളകൾ, മിനിമം മേക്കപ്പ് മാത്രമേ മുഖത്തുള്ളൂ. അരുൺ അവളെ ഒന്ന് നോക്കി. അവരുടെ കണ്ണുകൾ തമ്മിലൊന്ന് കൊരുത്തു. പക്ഷേ സംസാരമൊന്നും ഉണ്ടായില്ല. അതിഥി ഒരുപാട് സന്തോഷത്തിലായിരുന്നു. അരുണിൻ്റെ മാറ്റം അവന് ഓഫീസ് കാര്യങ്ങൾ നോക്കുന്നതിൽ കൂടിയുള്ള പ്രഷർ കൊണ്ടായിരിക്കുമെന്നാണ് അതിഥി കരുതിയത്. അങ്ങനെ എല്ലാവരുടെയും അനുഗ്രഹത്തോടെ അരുൺ അതിഥിയുടെ കഴുത്തിൽ താലി ചാർത്തി. അതും കഴിഞ്ഞ് ഭക്ഷണവും കഴിഞ്ഞ് അവർ നേരെ അരുണിൻ്റെ വീട്ടിലേക്കാണ് പോയത്. അവിടെ നിന്നും ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്താണ് അവർ പാർട്ടി നടക്കുന്ന ഹോട്ടലിലേക്ക് പോയത്. വൈറ്റ് ഷർട്ടും ബ്ലാക്ക് സ്യൂട്ടുമാണ് അരുണിൻ്റെ വേഷം. അതിഥി വൈൻ റെഡ് കളർ പാർട്ടി വെയർ സാരിയിൽ വളരെ സുന്ദരിയായിരുന്നു. കാറിൽ ഹോട്ടലിലേക്ക് പോകുന്ന വഴിയിൽ, എന്തെങ്കിലും ടെൻഷനുണ്ടോ? ഏയ്, അതൊന്നുമില്ല. പിന്നെന്താ മുഖത്തത്ര ഗൗരവം? എല്ലാ കാര്യങ്ങളും നിന്നോട് പറഞ്ഞോ ഞാൻ? എന്തിനാ അരുൺ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? അതിന് അരുൺ മറുപടിയൊന്നും കൊടുത്തില്ല. അപ്പോഴേക്കും അവർ ഹോട്ടലിൽ എത്തിച്ചേർന്നിരുന്നു. അവർ അവിടെ എത്തിയതും അരുണിൻ്റെ ഫ്രണ്ട്സും നീതുവും കൂടി അവരെ സ്റ്റേജിലേക്ക് വെൽക്കം ചെയ്തിരുത്തി.
അരുൺ അവൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ മര്യാദയ്ക്കാണ് സംസാരിച്ചത്. ചിലപ്പോൾ എനിക്ക് തോന്നുന്നതാവും എന്ന് മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് അതിഥി പുഞ്ചിരിക്കാൻ ശ്രമിച്ചു. പാർട്ടി വളരെ ഗ്രാൻഡായിരുന്നു. അരുണിൻ്റെ ബന്ധുക്കളും അതിഥിയുടെ ബന്ധുക്കളും ബിസിനസ് പാർട്ട്നേഴ്സും ഫ്രണ്ട്സും എല്ലാവരും ഉണ്ടായിരുന്നു. പാർട്ടി തീരുന്നതിന് ശേഷമാണ് അതിഥിയും അരുണും അവിടുന്ന് തിരിച്ചത്. ഇറങ്ങാൻ നേരം അതിഥിയും അപ്പയും അമ്മയും നല്ല സങ്കടത്തിലായിരുന്നു. അപ്പയെ അവൾ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ടല്ലോ മോളെ, നീ ദൂരേക്കല്ലല്ലോ പോകുന്നത്. അപ്പയും അമ്മയും എപ്പോൾ കാണാൻ തോന്നിയാലും നിനക്ക് അങ്ങോട്ട് വരാലോ. അതിഥി യാത്ര പറയുന്നതിനിടയിൽ അരുൺ കാറിൽ കയറിയിരുന്നു. യാത്രയെല്ലാം പറഞ്ഞ് അതിഥിയും കാറിൽ കയറിയതും കാറെടുത്തു. കുറച്ച് സമയത്തെ യാത്രയ്ക്കൊടുവിൽ അവർ വർമ്മ മാൻഷനിൽ എത്തിച്ചേർന്നു. അവർ വീടിനുള്ളിൽ കയറി. അപ്പോഴേ സമയം രാത്രിയായിരുന്നു. ഉള്ളിൽ കയറിയതും അരുൺ വേഗം തന്നെ റൂമിലേക്ക് പോയിരുന്നു. അത് കണ്ട് നോക്കി നിന്ന അതിഥിയെ നോക്കി മുത്തച്ഛൻ പറഞ്ഞു, മോള് പോയി ഫ്രഷായി കിടന്നു. ഇന്ന് രാവിലെ മുതൽ തുടങ്ങിയതല്ലേ, മുഖത്തൊക്കെ നല്ല ക്ഷീണമുണ്ട്. മുത്തച്ഛൻ അത് പറഞ്ഞതും അതിഥി റൂം ലക്ഷ്യമാക്കി നടന്നു.